കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും എവിടെ പോയി? ഞങ്ങൾ ഇന്നൊരു തൈ നടുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ലൈക്കൊക്കെ ചെയ്യാൻ മറന്നിടണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണേ. ആരും മറന്നില്ലല്ലോ അല്ലേ? തീരെ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ കുറേ കാലമായി തുടങ്ങിയിട്ട്. ഞങ്ങൾ എന്നും പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകൂടി ഇങ്ങനെ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കമൻ്റൊക്കെ ചെയ്യണേ. നമ്മൾ ഇന്ന് ഒരു തൈ നടുക കേട്ടോ. തൈ നടാൻ പോവുക. അപ്പോൾ അതാ ഇതുപോലെയുള്ള പാത്രത്തിലാട്ടോ ഞാൻ നടണ്. ഇത് നമ്മൾ വേറെ ചെടി നട്ടീന്ന ഒരു പാത്രമായിരുന്നു. നമ്മൾ അതെടുത്തിട്ടുണ്ട്. കയ്യറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളത് ഇതുണ്ട്. നമുക്ക് തക്കാളി തൈ ഹായ് ഇങ്ങനത്തെ 2 തൈ നട്ടതാണ്. നമുക്കൊരു 6-7 കിലോ തക്കാളി ഇട്ട് മക്കളെ ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഉണ്ടായില്ല. ഞാൻ നാളും പറഞ്ഞതാ, സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു കേട്ടോ നിങ്ങളോട്. അപ്പോൾ അതാ ഞാൻ ഇട്ടത്. എത്രയോ ആൾക്കാർ കാണാത്തതുണ്ട്. ഇതാ കണ്ടോളി, എനിക്ക് കയറി കണ്ടാൽ മതി. പക്ഷേ ഒന്നും കൂടിയും ചെയ്യുമോ വെച്ചപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടി ആണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളങ്ങനെ കാണിക്കൂട്ടോ. ഞാൻ ഇത് അന്ന് ചെയ്തതല്ലേ ഇന്ന് ചെയ്തതല്ലേ എന്നൊന്നും പറയണ്ട കേട്ടോ നിങ്ങൾ. ഇതിപ്പോൾ എന്താ, നമ്മൾ ഉണങ്ങിയ ഇല വാരി വെച്ചതേന്ന് കേട്ടോ. അപ്പോൾ മഴ ചെയ്തതുകൊണ്ട് നമ്മളെ മണ്ണൊക്കെ നനഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെക്കുക. അരിയിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. കുറച്ചാണ്ട് ഇട്ട് നമ്മൾ വേരോടാനും എന്താണ് ചെടികളൊക്കെ നല്ല വളർച്ചയും കായ്കളൊക്കെ തോനുണ്ടാകാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളൊരു ഇതിട്ട് ഇപ്പോൾ അതാ ഈ മണ്ണ് ഒന്ന് കാണിച്ച്. ഇത് നമ്മളെ ഇതിൻ്റെ ഈ മുകളിലുള്ളതുണ്ടല്ലോ നമ്മളെ വാർക്കപ്പുറത്തുനിന്ന് അടിച്ചു വാരിയ എന്താണ് ഈ പായലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണങ്ങിയ പൊടിയാട്ടോ. ഇത് നല്ലതാ ചെടിക്ക്. ഇത് കുറച്ച് നനഞ്ഞുപോയി, ഞാൻ എടുത്തൊക്കെ നല്ല മരത്ത് മറന്നുപോയി. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കണേ. പിന്നെ ഇത് പറ്റൂല, നല്ല സാധനമല്ലേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് എന്തോ ഒരു നന്നായി നീന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി കുമ്മായപ്പൊടി ഇതിലിടുന്നുണ്ട് കേട്ടോ. അതിനൊരു സ്പൂൺ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇട്ടുകാണ്ട് ഇതിങ്ങനെ റെഡിയാക്കി ഒരാഴ്ച വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനാണ്ട് നാളെ നട്ടത് ഇങ്ങനെയായിരുന്നു, ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല ഇനിട്ടോ. അപ്പം പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്താ എന്താണ് അതിന് പറയുക, കുമ്മായപ്പൊടിയോ ചുണ്ണാമ്പ് പൊടി എന്നൊക്കെ പറയുന്ന സാധനം ഇട്ട് മണ്ണിൽ നിന്ന് എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതെക്കാനാണ്. ദിവസം നനഞ്ഞിട്ടാട്ടോ ഇതിങ്ങനെ. സാരല്ലേ, നമുക്ക് ഏതായാലും നനക്കണ്ടിയല്ലേ. എല്ലാവരും അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. ഇന്നലെ എല്ലാം മിനിയാന്ന് കേട്ടോ. ഇന്നലെയും പെയ്തു. ഇന്നലെ പെയ്ത് ഇന്ന് രാവിലെ ചെറുതായിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ കുറേ മഴ കൊണ്ടാൽ വളർച്ചയൊക്കെ എന്താ ആയിപ്പോട്ടോ. ഇന്ന് രാവിലെ ചെറുതായിട്ടില്ലേ. അപ്പം നമ്മൾ കുറച്ചിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഇടാം. നമ്മളെ കയ്യിൻ്റെ നഖമൊക്കെ കേട് വരാതൊക്കാനാ മക്കളെ ഈ ഗ്ലൗസ് ഇട്ടാൽ. അല്ലെങ്കിൽ കയ്യിന് പുഴുനഖമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഈ ഓരോ വളങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന വളമായാലും അതിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ കേടുകൾ. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇത് തെങ്ങിൻ്റെ തേങ്ങൻ്റെ ഇതാട്ടോ. അതൊക്കെ ഈ പെട്ട് ചേരി കൊടുന്ന് പെരപ്പുറത്ത് ഇട്ടിട്ട് വാരിക്കൊണ്ട് വന്നപ്പോൾ പെട്ടത്. അപ്പോൾ നമ്മൾ ഇത്രയിട്ടോ എല്ലാം കുറച്ചൊക്കെ കുത്തിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടായി നിൽക്കും, തോനെ അങ്ങോട്ട് അമർത്തണ്ട. നമ്മൾ വീണ്ടും മണ്ണിടുക. നമുക്ക് കുറച്ചധികം മണ്ണിടാം.
മറ്റേ ഒന്ന് കുറച്ചിട്ടിട്ടുള്ളൂ. നമ്മൾ ഈ ചെടി നിൽക്കണ്ടേ. അപ്പം ഞാനൊരു വ്യത്യസ്ത രീതിയിലാണെന്ന് എന്താണ് ഈ എന്തായാലും തക്കാളി അല്ലേ, തക്കാളി തൈ നടാൻ പോകുന്നുണ്ട്. കുറച്ചധികം മണ്ണില്ല, നമ്മൾ തൈയൊന്നും നിൽക്കണ്ടേ. ഇത്രയും നനഞ്ഞതായിട്ടാട്ടോ ഇതിങ്ങനെ നിൽക്കണത്. അതാ ഞാൻ കയ്യറൊക്കെ ഇട്ട് കൈമലാണ്ടാക്കിട്ട് കല്ലൊക്കെ ഇട്ട്. പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിടണം കേട്ടോ. നല്ല വൃത്തിക്ക് നടണം. കല്ല് ചെറിയ ചെറിയ കല്ലുകളുണ്ടാവും, ഒക്കെ ഒഴിവാക്കുക. ഇനി നമുക്ക് ഇതിലിടണേ ഇതിൻ്റെ അടിക്കൊന്നും കുമ്മായപ്പൊടി എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നനഞ്ഞ മണ്ണായതുകൊണ്ടേ ഒരിച്ചിരിയും കൂടി ഇടണ്ടേ. പിന്നെതാ ലേശം വേപ്പും പിണ്ണാക്ക് ഇതണ്ട ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വളം ഉണ്ടല്ലോ, അതിപ്പോൾ എന്നോട് കഴിഞ്ഞു. ഇനി ഞാനൊരു ചാക്കിൽ അരിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എടുത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ ലേശം ഇതിട്ട് ഇനി നമ്മൾ ഇടാൻ പോണ് ഒരിച്ചിരി എല്ലുപൊടി. എൻ്റെ കയ്യിലാക്കണില്ല. തോനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നാൽ സിനോ കുഴിച്ചിട്ടാ എൻ്റെ കൈ കൊണ്ടൊന്നാണ് വെച്ചൂട്. എൻ്റെ കൈ കൊണ്ട് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാകും നോക്കാമല്ലോ. ഇത് രണ്ടും ഇങ്ങനെ പിടിക്ക്. ഇതുണ്ടോ, ഇതിന് വേരൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ. നോക്കി നല്ല വേരുണ്ട് അല്ലേ. അപ്പം ഞാനൊന്ന് കുയ്യാക്കി തരാം. എന്നാ പിടിച്ചോ. ബിസ്മീൻ ജെല്ലിയാണ് വെച്ചുകൂടെ. ജെല്ല ചെല്ലിയാതി കേട്ടോ. കുറേ ഉറക്കനെയും ജെല്ലുണ്ട്. അങ്ങനെ ചെരിച്ച് വെക്ക്, കുറച്ച് ചെരിച്ച്. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അങ്ങനെയല്ല, അങ്ങനെ അങ്ങനെ കുറച്ച് ചെരിഞ്ഞ് നിന്നോട്ടെ. അതാ ഞാൻ പറഞ്ഞ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കുഴിച്ചിടാം. അപ്പം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണുണ്ട് ഇടുക. മണ്ണ് നനവുള്ളതുകൊണ്ട് ഇതിൽ വെള്ളം ഒഴിക്കണില്ല കേട്ടോ. നല്ല നനവുണ്ട്. കുറച്ച് വൈകുന്നേരം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വെക്കട്ടെ. ഇത് മാറ്റി വെച്ച് ഇനി അടുത്തത് കരിയിലിട്ടോ ഓഫാക്കിക്കോ. അപ്പം ഗൈസ് മണ്ണ് ഇടുന്നിട്ടോ. നനഞ്ഞ മണ്ണായിട്ടാട്ടോ മക്കളെ. വീണ്ടും വീണ്ടും പറയട്ടെ നിങ്ങളോട്, ഇതൊന്ന് എത്തട്ടെ. ഇത് വേറെ മണ്ണ് അടുത്തുണ്ടോ എന്നാണ്. മറ്റേ മണ്ണ് തീർന്നിട്ട് ചിരിതിക്ക് എല്ലാ സാധനവും ഇടട്ടെ. ഇതാ എല്ലുപൊടി ഇട്ടു, ചുണ്ണാമ്പിട്ട്, പിന്നെന്താ കമ്പോസ്റ്റ് അല്ല വേപ്പം കമ്പോസ്റ്റ് മാറിപ്പോയി. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മൾ ഏത് കാലം തുടങ്ങി ഇതായിട്ട് നടക്കൽ തുടങ്ങിയാണ്. ഞങ്ങൾ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം ഞങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട്. അതന്നെ, സ്ഥിരം കാണുന്നവർക്കറിയാം. പിന്നെ നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ അന്ന് നിങ്ങളോട് കരഞ്ഞും പിഴിഞ്ഞും ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും അതിന് കഴിയില്ല. നമുക്കുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും തിടുക്കങ്ങളും. നമ്മളതൊന്നും പറയുന്നില്ല ആരോടും. പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ പഠിച്ചാൻ തരുന്നു. സൂക്കടും കേടൊക്കെ സൂക്കടും ചാറ്റയിലൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ സൂക്കടൊക്കെ കേൾക്കുകയാണെന്നില്ലല്ലോ. നമ്മളതൊന്നും യൂട്യൂബിൽ കൂടി പറഞ്ഞ് നിലവിളിച്ചണില്ല. ഞങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടായാൽ മതി നമുക്ക്. നമ്മളെ മകന് സുഖമല്ല അപ്പോൾ ഇവളപ്പക്ക്. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രാർത്ഥിച്ച് വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പിന്നെ ഇതൊക്കെ ചെയ്യുക, എന്താണ് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക. അത് ചെയ്ത് തന്നാൽ മതി.
നമ്മൾ വേഗം നമ്മളൊന്ന് വിജയിപ്പിക്കണം കേട്ടോ. അതിനപ്പോൾ ഇടങ്ങാറായി ഇതൊക്കെ ഇങ്ങനെ നിങ്ങളെ കാണിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാമല്ലോ. നിങ്ങൾക്കും ഉണ്ടായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇതാ മണ്ണിട്ട് ഇലയിട്ട് വളമിട്ട് ഇത് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാട്ടോ മക്കളെ. പച്ചമുളക് എങ്ങനെ ഉണ്ട് നോക്കുക. ഇതാ നമ്മൾ പാകി ഉണ്ടാക്കിയതല്ല. 2 തൈ ഞാൻ ഇന്നിങ്ങോട്ട് എടുത്ത് ഇത് ഞാനാ കുഴിച്ചിടുന്നത് കേട്ടോ. ഓള് കുഴിച്ചിട്ടാണോ ഞാൻ കുഴിച്ചിട്ടാണോ ഉണ്ടാകണമെന്ന് നോക്കണമല്ലോ നമുക്കല്ലേ. ഇതാ കുറഞ്ഞ വിട്ട് വെച്ചിട്ടുണ്ട്, അധികം അകലല്ലാതെ. അധികം ഒട്ടി വെക്കാതെ കുറച്ച് ദൂരം. നമ്മളിതിൻ്റെ ഈ മിക്സ് ചെയ്ത ഈ മണ്ണാണ്ടിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്കെല്ലാം ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം ഒന്ന് മെനക്കെടണമെന്നുള്ളൂ. നമുക്ക് വിഷമില്ലാത്ത സാധനം ഒന്നും ചെയ്യും. അപ്പം നമുക്ക് പാവയ്ക്കുണ്ട് ഒക്കെ ഉണ്ട്. ഇനി നമ്മളിതുപോലെ വേറെയും കുഴിച്ചിട്ടുന്നത് നമ്മളെ കാണിക്കട്ടെ. നിങ്ങളതുപോലെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് കഴിച്ച വലിയ വീഡിയോ ആണ്ടാച്ചിട്ട് കുറച്ച് ചപ്പ് ചവർ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം വീണ് അതിൻ്റെ വേരൊക്കെ അങ്ങോട്ട് പൊന്തി വരും. അപ്പോൾ ദിവസം ചപ്പ് ചവർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ അപ്പോൾ നിങ്ങളൊക്കെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യൂലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഒന്ന് വെള്ളം ഇങ്ങനെ കുടയും കേട്ടോ, തോനെ ഒഴിക്കൂല. കാരണം ആ മണ്ണ് നനവുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.